നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾക്ക് കാലിൻ്റെ പാദം, അതിൻ്റെ ഉൾവശം, അതായത് കാലിൻ്റെ വെള്ള, അവിടെ മരപ്പ്, സൂചി കുത്തുന്ന പോലെയുള്ള വേദന, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യാവുന്ന 3 തരം നടത്തമാണ് ഞാൻ കാണിച്ചു തരുന്നത്. കുറച്ച് പ്രായമാകുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ കാലിൻ്റെ അടിവശത്ത് സൂചി കുത്തുന്ന പോലൊരു വേദനയും മരപ്പും ഒക്കെ പലർക്കും ഉണ്ടാകാറുണ്ട്. അപ്പം അത് മാറാൻ വേണ്ടിയാണ് ഈ 3 രീതിയിൽ നടക്കുക. ഓക്കെ, കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഫസ്റ്റ് വന്ന് കാലുകൾ ഇങ്ങനെ വിരൽ കുത്തി ഉയരുക, എന്നിട്ട് നടക്കുക. വിരലുകളെ കുത്തി നടക്കുക. ഇത് പലതവണ ആവർത്തിക്കണം. മുമ്പോട്ട് പുറകോട്ട് നിങ്ങൾക്ക് തലവരുത്തി അനുസരിച്ച് ഇങ്ങനെ തന്നെ ഒരു 30 സ്റ്റെപ്പ് ഡെയിലി ചെയ്യുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൈ ഇങ്ങനെ, ഞാൻ ഇതിൻ്റെ വിരലുകൾ പുറത്താണ് പിടിച്ചിരിക്കുന്നത്, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു സ്ട്രെച്ചിങ് കൂടെ വരും. നമ്മുടെ ബോഡി നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യും. താഴെ വിരൽ തൊട്ട് കൈയുടെ ഈ വിരൽ വരെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. നമ്മുടെ വയറൽപ്പം അകത്തോട്ടൊന്ന് പിടിച്ചിട്ട് കൈകൾ രണ്ടും ഈ ചെവിയോട് ചേർന്നിരിക്കണം. എന്നിട്ട് ഈ നടക്കുക. ഇത് കുറച്ചുകൂടെ എഫക്റ്റീവാണ്, കാരണം നമുക്ക് ബോഡിക്കൊരു ഫുൾ സ്ട്രെച്ചിങ് കൂടെ കിട്ടും. ഓക്കെ, ആദ്യത്തെ നടപ്പ് ഇതാണ്. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റാത്തവർ ഒരു ഭിത്തിയുടെ സഹായത്തോടെ ഇങ്ങനെ നടക്കുക. മുമ്പോട്ടും പുറകോട്ടും വിരലിലൂന്നി നടക്കുക. ഇത് ആക്ച്വലി ഒരു യോഗാസനമാണ്, താടാസനം. ഓക്കെ, ഈ രണ്ടാമത്തെ ഉപ്പൂറ്റി കുത്തുക. ഉപ്പൂറ്റി കുത്തിയിട്ട് ഇതുപോലെ നടക്കുക. മുമ്പോട്ടോ പുറകോട്ടോ സൈഡിലേക്ക് ഒക്കെ പറ്റുന്ന പോലെ ചെയ്യുക. എത്ര തവണ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വെക്കാൻ സാധിക്കുന്നതോ അത്രയും നല്ലതാണ്. ഈ കാലിൻ്റെ ഉപ്പൂറ്റി നന്നായിട്ട് പ്രസ് ആകുമ്പോൾ അവിടെയുള്ള ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ആകും. അതുപോലെ വിരലുകൾ ഉപ്പൂറ്റിയായി നമ്മുടെ പാദത്തിൻ്റെ സൈഡ് ഇങ്ങനെ ആലോചിക്കുക, എന്നിട്ട് നടക്കുക. കൈ അങ്ങനെ ഉയർത്തി സ്ട്രെച്ച് ചെയ്താൽ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ നടന്നാലും മതി. അപ്പം ഒരു അഡീഷണൽ ബെനിഫിറ്റ്, സാവധാനം നടന്നാൽ മതി. സ്പീഡ് കൂട്ടിയാൽ ചിലപ്പോൾ വീഴും. സാവധാനം നടക്കുക. ഒരു അഡീഷണൽ ബെനിഫിറ്റും കൂടെ വരണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുക. ഫുൾ സ്ട്രെച്ചിങ് വരും. പല പ്രാവശ്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് വാക്കിങ് ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ഈ കാലിൻ്റെ ഈ അടിവശം തറയിലോട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുന്ന പോലെ അല്പം ഫോഴ്സിൽ സാവധാനം നമ്മൾ നിന്നോടത്ത് തന്നെ നിന്നിട്ട് ജോഗിങ് ഇങ്ങനെ ചെയ്യുക. നന്നായിട്ട് ഉറക്കണം, ഡാൻസ് ഒക്കെ പഠിക്കുന്ന പോലെ ഇങ്ങനെ. അപ്പം ഈ ഭാഗത്തൊക്കെ നല്ല സർക്കുലേഷൻ വരും. ഓക്കെ, ഇങ്ങനെ. അതുപോലെ രാത്രി കിടക്കുമ്പം കട്ടിലേൽ നമ്മൾ കാല് മൂർത്ത് വെച്ചിട്ട് ഭിത്തിയോട് ചേർന്നാണെങ്കിൽ ഭിത്തിയാൽ ഈ കാലിൻ്റെ പാദം രണ്ടും നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഈ കാലിൻ്റെ അടിയിലെ മരപ്പ്, സൂചി കുത്തുന്നുള്ള വേദന, അതൊക്കെ മാറാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കാത്തവർ ഭിത്തിയുടെ സഹായത്തോടെ ഇങ്ങനെ നടക്കുക. ദെൻ കുത്തി നടക്കുക. ദെൻ സൈഡ്, കാലിൻ്റെ പാദത്തിൻ്റെ സൈഡ് വെച്ച് നടക്കുക. ദെൻ ഇങ്ങനെ ജോഗിങ് ചെയ്യുക. അല്പം ഫോഴ്സിൽ കാല് പ്രസ് ചെയ്യുക. പിന്നെ കിടക്കുമ്പം കാലുകൾ ഭിത്തിയോട് ചേർത്ത് പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.